Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ടെൻഡറിന്റെ റെസിപ്പിയാണ്. KFC, ബർഗർ കിങ് മാതിരിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ചിക്കൻ ടെൻഡർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പ്രൈസ് വളരെ ഹൈ ആണ്. ആ ഒരു പ്രൈസിന്റെ പകുതി എക്സ്പെൻസിൽ നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസിപ്പി ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇത് വളരെ ഈസിയാണ്, അതേമാതിരി ഇതിന്റെ ടേസ്റ്റും വളരെ നല്ലത് തന്നെയാണ്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് മിസംബ്ലസ് റെഡിയാക്കാം ഗൈസ്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗൈസ്, ആദ്യമായി തന്നെ നമ്മളൊരു 1 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിക്കൻ ബ്രസ്റ്റ് ആയിട്ടാണ് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മാരിനേഷൻ ഉണ്ടാക്കാം. ആദ്യമായിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഒറഗാനോ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 എഗ്ഗ്, 1/4 കപ്പ് മിൽക്ക്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ടെൻഡർ നമുക്കിതിലേക്ക് ഇടാം. ചിക്കൻ ടെൻഡർ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോളിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊരു 3 തുടങ്ങി 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡസ്റ്റ് ചെയ്യാനുള്ള ഫ്ലവർ മിക്സ് ഉണ്ടാക്കാം. 1.5 കപ്പ് മൈദ, 1.5 കപ്പ് കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ഒറഗാനോ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് എക്സ്ട്രാ ഉള്ള സോസ് ഷെയ്ക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഫ്ലവർ മിക്സിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐസ് കോൾഡ് വാട്ടറിലേക്ക് ഇത് വീണ്ടും ഒന്ന് മുക്കി അതിനുശേഷം വീണ്ടും ഫ്ലവർ മിക്സിലേക്ക് ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ എക്സ്ട്രാ ഫ്ലവർ ഷെയ്ക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് എല്ലാം നമ്മൾ നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഒരു സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം പാൻ എടുത്ത് വെച്ച് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായുള്ള ഓയിൽ നമുക്ക് ഒഴിക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഗൈസ്, നമ്മളുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇടാം. നമ്മൾ ചിക്കൻ ഇടുമ്പോൾ ഓവർ ക്രൗഡ് ചെയ്യാണ്ട് അത്യാവശ്യം സ്പേസ് ഇട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മൾ 1 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ചിക്കൻ അനക്കാണ്ട് തന്നെ അങ്ങനെ തന്നെ വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിമിൻ്റെ സ്ട്രെങ്ത് മീഡിയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു 4 മിനിറ്റ് നേരം കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ടെൻഡർ റെഡിയാകും. ഗൈസ്, നമ്മൾ ഏകദേശം 1 മിനിറ്റ് നേരം അനക്കാണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ചിടാം. നമ്മളുടെ ചിക്കൻ എല്ലാം നമ്മൾ മറിച്ചിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു 4 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മളുടെ ചിക്കൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കളർ എത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഓയിലിൽ നിന്ന് നമ്മൾ ചിക്കൻ മാറ്റുന്നത്. എനിവേ നമുക്ക് അടുത്ത ബാച്ചും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ എല്ലാ ചിക്കനോടും നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ചിക്കൻ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ചിക്കൻ ഓൾ ദ വേ ത്രൂ കുക്ക് ആയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ക്രിസ്പി, ജ്യൂസി എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ചിക്കൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോഴും സെയിം ടൈമിങ്, സെയിം മാരിനേഷൻ എല്ലാം തന്നെ സെയിം ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഈ ചിക്കൻ ടെൻഡർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലെനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മളുടെ ചിക്കൻ എത്രത്തോളം ഫ്രൈ ചെയ്യണമെന്നാണ്. ഇത് ഐഡിയലി പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്വലി, അതായത് നമ്മൾ കാണുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം നമ്മളുടെ ചിക്കൻ ടെൻഡർ കുക്കായിട്ടുണ്ടെന്ന്. ഇത് ഒന്നോടെ മേക്ക് ഷുവർ ചെയ്യാനായിട്ട് നമ്മളുടെ ചിക്കൻ ടെൻഡർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ പിങ്ക് കളർ മാറി പ്യുവർ വൈറ്റ് കളറിലേക്ക് വന്നാൽ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും നമ്മളുടെ ചിക്കൻ ടെൻഡർ ഓൾ ദ വേ കുക്കായിട്ടുണ്ടെന്ന്. ഇനി നിങ്ങൾ കുക്കിങ്ങിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുക്കിംഗ് തെർമോമീറ്റർ എടുത്ത് നമ്മളുടെ ചിക്കൻ ടെൻഡറിന്റെ ഇന്റേണൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്താൽ മതി. ചിക്കൻ ടെൻഡർ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇന്റേണൽ ടെമ്പറേച്ചർ 175 ഫാരൻഹൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 79 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് 100% സേഫ് ടു ഈറ്റ് ആണെന്നുള്ളത്. നമ്മുടെ ഈ റെസിപ്പിക്കായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്, ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് ഹോൾ ചിക്കൻ മേടിച്ചിട്ട് അത് ബോൺലെസ് ആക്കാനാണ് താല്പര്യം, അങ്ങനെയാണ് ഉണ്ടാക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ചിക്കനിൽ നിന്ന് എങ്ങനെ ബോൺലെസ് ചിക്കൻ ആക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മളുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് വാച്ച് ചെയ്ത് നമുക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കി ഈ റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ടൈം റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ പഴയ പല വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എംഫസൈസ് ചെയ്ത് വീണ്ടും പറയുകയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം മിനിമം 3 to 4 hours ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൈസസുകളുടെ ടേസ്റ്റ് നമ്മുടെ ചിക്കൻ മീറ്റിൽ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റിൽ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. റെസ്റ്റിംഗ് ടൈം ഒരിക്കലും നിങ്ങൾ കട്ട് ഷോട്ട് ചെയ്യരുത്. മാക്സിമം എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓവർനൈറ്റ് മാരിനേഷൻ ആണ്. തലേദിവസം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിക്കൻ ടെൻഡറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്വീറ്റ് മയനൈസ് ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു എഗ്ഗ് ഇതിലേക്ക് ക്രാക്ക് ചെയ്ത് ഒഴിക്കാം, 1 ടീസ്പൂൺ വിനെഗർ, 1 ടീസ്പൂൺ സോൾട്ട്, 1/2 കപ്പ് കെച്ചപ്പ്, 1/2 കപ്പ് ഓയിലും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ചിക്കൻ ടെൻഡറിൻ്റെ നടുക്കിലേക്ക് തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ചിക്കൻ ടെൻഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ജ്യൂസിയുമായുള്ള ചിക്കൻ ടെൻഡർ, അതുമാതിരി തന്നെ സ്വീറ്റ് മയണൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ മയണൈസിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ചിക്കൻ ടെൻഡർ ഉണ്ടാക്കുമ്പോൾ മയണൈസും കൂടെ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ ടെൻഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ്. നമ്മളുടെ ക്രിസ്പി ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തു, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നമ്മളുടെ ചിക്കൻ ടെൻഡർ സൂപ്പർ ടേസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ KFC അല്ലെങ്കിൽ ബർഗർ കിങ്ങിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എന്നാൽ നമ്മൾ അവർ ഉപയോഗിക്കുന്ന അത്ര തന്നെ സ്പൈസസോ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചിക്കൻ ടെൻഡർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ 100% പറയുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. എനിവേ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇതുമാതിരി പുതിയ വീഡിയോസ്, പുതിയ ഐഡിയാസ്, പുതിയ റെസിപ്പികളൊക്കെ കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. So eat good food, stay healthy, until I see you with a different video. Bye bye.